ഇറാനെ ആക്രമിക്കാൻ ഇറാഖിൽ ഇസ്രായേൽ രഹസ്യ സൈനിക താവളം നിർമ്മിച്ചിരിക്കുന്നു. ഇറാഖിന്റെ വിജനമായ പടിഞ്ഞാറൻ മരുഭൂമിയിലാണ് കേട്ടോ ഇസ്രായേലിന്റെ ഈ സൈനിക താവളമുള്ളത്. ഇറാഖിനെതിരെയുള്ള വ്യോമാക്രമണത്തിൽ പിന്തുണ നൽകാനാണ് ഈ താവളം ഇസ്രായേൽ ഉപയോഗിച്ചതെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ പൂർണ്ണ അറിവോടുകൂടിയാണ് കേട്ടോ ഈ നീക്കമെന്ന സൂചനയും ശക്തമാണ്. ഈ രഹസ്യ ഓപ്പറേഷൻ എങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത് എന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അതിനാടകീയമായ സംഭവങ്ങളിലൂടെയാണ് കേട്ടോ ഈ വിവരം പുറത്തു വരുന്നത്. ഇറാഖിലെ നജഫ് മരുഭൂമിയിൽ പതിവ് പോലെ ആടുകളുമായി ഇറങ്ങിയതായിരുന്നു ആ ആട്ടിടയൻ. ജനവാസമില്ലാത്ത വിജനമായ ആ പ്രദേശത്ത് അന്നെന്തോ മാറ്റമുണ്ടായിരുന്നു. കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെ മണൽക്കുന്നുകൾക്ക് മുകളിലൂടെ താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററുകൾ അയാളെ ഭയപ്പെടുത്തി. മണലിൽ ഒളിപ്പിച്ചു വെച്ച വാഹനങ്ങളും അപരിചിതരായ സൈനികരുടെ നീക്കങ്ങളും കണ്ട അയാൾക്കത് ഏതോ തീവ്രവാദ ഗ്രൂപ്പുകളാണെന്ന് സംശയമുണ്ടായി. തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്നത് എന്താണെന്നറിയാൻ അയാൾ ഉടൻ തന്നെ ആ വിവരം പ്രാദേശിക അധികൃതരെ അറിയിക്കുകയായിരുന്നു. താൻ ചെയ്തത് ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വെളിപ്പെടുത്തലായി മാറുമെന്ന് ആ മനുഷ്യൻ അന്നേരം അറിഞ്ഞിരുന്നതേയുണ്ടായിരുന്നില്ല. വിവരം ഇറാഖി സൈനിക കമാൻഡിലേക്ക് എത്തിയതോടെ അന്വേഷണത്തിനായി 3 റെജിമെന്റുകൾ ആ പ്രദേശം ലക്ഷ്യമാക്കി നീങ്ങി. എന്നാൽ വിവരങ്ങൾ ചോർന്നുവെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം ആക്രമണം ആരംഭിച്ചു കേട്ടോ. അവരുടെ ആദ്യ ലക്ഷ്യം ആ പാവം ആട്ടിടയൻ തന്നെയായിരുന്നു. രഹസ്യം പുറത്തു വന്നതിന് ശിക്ഷയായി അയാളുടെ വാഹനം ലക്ഷ്യമിട്ട് കടുത്ത വ്യോമാക്രമണം നടന്നു. മരുഭൂമിയുടെ മണ്ണിൽ ആ മനുഷ്യന്റെ രക്തം വീണു. തുടർന്ന് അവിടെ എത്തിയ ഇറാഖി സൈനികർക്കു നേരെയും ശക്തമായ ഇസ്രായേലി മിസൈൽ ആക്രമണം ഉണ്ടായി. ഒരു ഇറാഖി സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായിരുന്നു ഈ താവളത്തിന്റെ ലക്ഷ്യമെന്നല്ലേ? ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനൊരു മുൻനിര താവളം അഥവാ ഫോർവേഡ് ഓപ്പറേഷൻ ബേസ് ആവശ്യമായിരുന്നു. ഇറാനിലെ ലക്ഷ്യങ്ങളിലേക്ക് 1000 മൈലിലധികം ദൂരം വിമാനം പറത്തുക എന്നത് വെല്ലുവിളിയായിരുന്നു. ഈ ദൂരം കുറയ്ക്കാനും വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും തകർന്നു വീഴുന്ന പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സുരക്ഷിത കേന്ദ്രമായിട്ടാണ് ഇസ്രായേൽ ഈ പ്രദേശം തിരഞ്ഞെടുത്തത്. അമേരിക്കയുടെ അറിവോടെ, എന്നാൽ ഇറാഖിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു കേട്ടോ ഈ നീക്കം. ഇറാഖി സൈന്യം അവിടെ എത്തുമ്പോഴേക്കും ഇസ്രായേൽ കമാൻഡോകൾ അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. വൻ ശക്തികളുടെ കളിയിൽ ഇറാഖിന്റെ പരമാധികാരം വെറുമൊരു കളിപ്പാവയായി മാറുകയാണ്. ഇറാഖ് ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ സമീപിച്ചിട്ടുണ്ട്. ഇറാഖിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ നടപടിയിൽ ബാഗ്ദാദും ഇറാനും കടുത്ത പ്രതിഷേധത്തിലാണ്. അമേരിക്കയുടെ മൗനാനുവാദത്തോടെയാണ് ഇത് നടന്നതെന്ന് പകൽ പോലെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും ഒരു ആട്ടിടയന്റെ ജാഗ്രതയിലൂടെ ലോകമറിഞ്ഞ ഈ രഹസ്യം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്തെ കൂടുതൽ കലുഷിതമാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.